എല്ലാവർക്കും നമ്മുടെ പുതുടിക്ക് എല്ലാവർക്കും. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോണ ഗെയിം ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ. അപ്പോൾ നമ്മളിന്ന് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ നമ്മളിന്നൊരു ചേസ് എടുക്കാൻ പോകണം. പിന്നെ അല്ല, അപ്പോൾ നമ്മളിന്ന് ചേസ് എടുക്കാൻ പോവാണ്. അപ്പോൾ ഇപ്പം നമ്മൾ നിൽക്കുന്നത് ബാംഗ്ലൂരിലാട്ടോ. നമ്മൾ ഇടുക്കിയിൽ നിന്ന് ബാംഗ്ലൂരിലോട്ട് വന്നതാണ്. അപ്പോൾ ഇടുക്കിയിൽ നിന്ന് ബാംഗ്ലൂരിലോട്ട് വരാൻ നേരത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിന് സോറി. ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂരിലാണ് നിൽക്കണം. ഇവിടെ നമ്മൾ വന്നേക്കണം നമ്മുടെ ട്രാവലർ വെച്ചാട്ടോ നമ്മൾ വന്നേക്കണം. പിന്നെ ഞാൻ മാത്രമല്ല വന്നേക്കണം, എൻ്റെ കൂട്ടുകാരും ഉണ്ട്, 2 കൂട്ടുകാരും ഉണ്ട്. പിന്നെ ഇവിടെ അമ്മമാർക്ക് ചായ കുടിക്കണമെന്ന് പറഞ്ഞ് ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. രാത്രിയിൽ ഈ കട മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ കുറേ അന്വേഷിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഈ കടയിൽ കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് പറ്റിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടി കയറാം. കൂട്ടുകാരൊക്കെ വണ്ടി കയറി ഇരിക്കണുണ്ടോ അമ്മമാർ? ഇച്ചിരി ദൂരമുണ്ട് കേട്ടോ. നമുക്ക് രാവിലെ ആകുമ്പോൾ നമ്മുടെ ചേസ് അവിടെ എത്തത്തുള്ളൂ. അപ്പോൾ നമുക്ക് രാത്രി എവിടെയെങ്കിലും വെച്ച് റെസ്റ്റൊക്കെ ചെയ്ത് നമുക്കങ്ങനെ ഇരിക്കാം. പതിയെ പോയാൽ മതി. നമുക്ക് അതിക്കൊന്നും ഇങ്ങനെ പെട്ടെന്ന് പോകണമെന്നില്ല. അപ്പോൾ പതിയെ പോയാൽ മതി. രാവിലെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ ചേസ് നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പതിയെ പോയാൽ മതി. ഇവിടെ അമ്മമാർക്ക് പിന്നെ പറഞ്ഞ് എന്തായിരുന്നു, അമ്മമാർ ചേസ് ഓടിച്ചോളാമെന്ന് ആശാ ഗൈസ്. അമ്മമാർ ചേസ് ഓടിച്ചോളാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞു ഞാൻ ചേസ് ഓടിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ടാണ് ഞാൻ അമ്മമാരോട് പറഞ്ഞു നീ ട്രാവലർ ഓടിച്ചുകൊണ്ട് വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മമാർ ഓക്കെ എന്നങ്ങ് പറഞ്ഞു. അപ്പോൾ അമ്മമാർ ട്രാവലറൊന്നും ഇടിക്കാതെ വരുമെന്ന് തോന്നുന്നത്. നമ്മൾ ഇപ്പം തന്നെ എത്തൂട്ടോ. നമ്മൾ പെട്ടെന്ന് എത്തും. നമുക്ക് അവിടെ അശോക് ലൈലാൻഡിൻ്റെ അവിടെ നമ്മൾ അശോക് ലൈലാൻഡ് ഷോറൂമിലാട്ടോ പോകണം. അവിടെ ചെന്നിട്ട് നമുക്ക് നമ്മുടെ വണ്ടി സൈഡാക്കിയിട്ട് അവിടെ ഇച്ചിരി നേരം റെസ്റ്റ് എടുക്കാം. നമ്മൾ രാത്രിയിൽ ഉറങ്ങിയിട്ടൊന്നുമില്ല ടൈസ് ഞങ്ങൾ. അപ്പോൾ അവിടെ ഇച്ചിരി നേരം റെസ്റ്റ് എടുക്കാം. ഉറക്കക്ഷീണമൊക്കെ ഉണ്ട്. ഒരുത്തം കിടന്ന് നമ്മുടെ ഭയങ്കര ഉറക്കമാണ് ടൈസ്. ബാക്ക് സീറ്റിൽ കിടന്നിട്ട് ഒരു ബ്രേക്കും കുടിച്ച് അവിടെ മുമ്പിൽ തീർച്ചങ്ങ് പോകും. ഓക്കെ, ഇച്ചിരി കാടൊക്കെ ഉള്ള പ്രദേശമാണ്. നമ്മൾ ആ വഴിയാണ് പോണത്. ബാംഗ്ലൂരിൽ ഞാൻ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല ടൈസ്. ഇങ്ങനെ കാടൊക്കെ ഉള്ള പ്രദേശം ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഓക്കെ, നമുക്ക് പാട്ട് കിട്ടുമോ ടൈസ്? നമുക്ക് പാട്ട് കിട്ടുമോ? നമുക്ക് ഉറക്കം വരാതിരിക്കാൻ വേണ്ടി നമുക്ക് പാട്ട് കിട്ടുമോ? ജസ്റ്റ് ഒന്ന് സ്ലോ ആക്കട്ടെ. ജസ്റ്റ് ഒന്ന് സ്ലോ ആക്കട്ടെ. ഓക്കെ ഓക്കെ, സെറ്റ് സെറ്റ്. ജസ്റ്റ് നമ്മളിപ്പോൾ എത്താറായിട്ട് അവിടെ
നമ്മൾ എത്തിയിട്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഷോറൂമിൻ്റെ അവിടെ നമ്മൾ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ ഒന്ന് സൈഡാക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് ഒരു രാവിലെയൊക്കെ ആയിട്ട് കയറിയാൽ മതി ഗൈസ്. അവിടെ നമുക്ക് രാവിലെ ആകുമ്പോൾ നമുക്ക് ഡെലിവറി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു പാർക്കിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ പാർക്ക് ചെയ്യുന്ന സ്ഥലമുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ഇവിടെ നമുക്ക് സൈഡിലല്ലേ പാർക്ക് ചെയ്യാം. ഓ ജസ്റ്റ് അവിടെ പാടമാട്ടെ. നമുക്ക് അകത്ത് കയറ്റി പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട് അവിടെ അകത്ത് കയറി പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് അകത്ത് കയറി പാർക്ക് ചെയ്യാം. അപ്പോൾ ഓക്കെ വണ്ടി അവിടെ നിന്ന് വരുന്നില്ല. ഓക്കെ സെറ്റ് വണ്ടി തിരിക്കണം കേട്ടോ ഗൈസ്. ഇവിടെ പരിപാടി, ഇവിടെ ഭയങ്കര പണി. നമ്മുടെ വണ്ടി അത്രയും ദൂരം നമ്മൾ ട്രാവൽ ചെയ്ത് വന്നിട്ടാണെങ്കിൽ നമ്മളെ വണ്ടി നിറച്ച് പൊടി കേട്ടോ ഗൈസ്. അത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്നിട്ടേ നിറച്ച് പൊടിയാണ്. ഓക്കെ നമ്മൾ ഗേറ്റ് വേണം. അയ്യോ ഗേറ്റ് ഇവിടെ ഗേറ്റ് മൊത്തം തുറന്നിട്ടാണ് കേട്ടോ ഗൈസ്. ഇവിടെ ഇപ്പോഴും രാത്രിയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ ആൾക്കാർ. നമുക്ക് ഇവിടെ കയറ്റിടാം. ഇവിടെയാന്ന് തോന്നുന്നു എനിക്ക് ഇങ്ങനെ പാർക്കിംഗ്. അതെ പാർക്കിംഗ് എന്ന് അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇങ്ങനെ രാവിലെ അങ്ങനെ എടുക്കാൻ പറഞ്ഞ ആൾക്കാർക്ക് തന്നെയായിട്ട് പാർക്ക് ചെയ്യണമെന്ന്. ഗൈസ് പണി പാടുമെന്ന് തോന്നട്ടെ. നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നേ. നമ്മുടെ സ്പോയിലർ ജസ്റ്റ് ഗൈസ് നമ്മുടെ സ്പോയിലർ മുട്ടും. അപ്പം നമുക്ക് ജസ്റ്റ് ഈ സൈഡിലായിട്ട് നമുക്കത് പാർക്ക് ചെയ്യാം ഗൈസ്. ഇവിടെ പാർക്ക് ചെയ്യാൻ എന്തായാലും പറ്റില്ല. അപ്പം നമുക്ക് അവിടെ ചെറിയ സ്പേസ് ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ നമുക്ക് പാർക്ക് ചെയ്യാം. നമ്മൾ ചോദിച്ചിട്ടൊക്കെ ആട്ടോ ഗൈസ്. നമ്മുടെ കൂട്ടുകാർ ചോദിച്ചിട്ടല്ല, നമ്മൾ വരുന്നുണ്ടെന്ന് അവർക്കറിയാം. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ പാർക്കിംഗ് എന്ന് പറഞ്ഞ് കാണും. ഗൈസ് ഇവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട്. പക്ഷെ ഇവിടെ നമ്മുടെ സ്പോയിലർ തട്ടും. അത് കുഴപ്പമില്ല. നമുക്ക് ഈ സൈഡിലായിട്ട് ഇവിടെ പാർക്ക് ചെയ്യാം കേട്ടോ ഗൈസ്. ഇവിടെ നമുക്ക് സൈഡിലായിട്ട് ഇവിടെ പാർക്ക് ചെയ്യാം. പതിയെ പാർക്ക് ചെയ്യാം. ഇവിടെ ഇടിക്കില്ലേ. ഓക്കെ ഇവിടെ ചെന്നത്തേക്ക് പാട്ടൊക്കെ ഓഫ് ചെയ്തെന്താണ് അറിയോ. ഇവിടെ ഭയങ്കര ഡ്യൂട്ടിയിൽ വർക്കിംഗ് ഒക്കെയാണ്. അതാണ്. പിന്നെ നമ്മുടെ പ്ലാൻ എന്ന് വെച്ചാൽ നമ്മൾ ചേസ് എടുത്ത് കഴിഞ്ഞാൽ നേരെ നമ്മൾ പ്രകാശിലോട്ടാണ് പോകണം. വേറെ ഒരു പരിപാടിയില്ല. ഓക്കെ അപ്പോൾ നമ്മൾ നേരെ പ്രകാശിലോട്ടാണ് പോകണം. പ്രകാശിൽ പോയിട്ട് നമ്മളെ വണ്ടി പിന്നെ പണിയാനിടും. പണിഞ്ഞ് കഴിഞ്ഞിട്ട് മോനെ സീനോ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ഇനി രാവിലെ ആവട്ടെ. അപ്പോൾ ഞാൻ കിടന്നുറങ്ങാൻ പോകണം. അപ്പോൾ എല്ലാവർക്കും നമുക്ക് രാവിലെ ആയിട്ട് കാണാം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കാനാണെങ്കിൽ അശോക് ലേലാൻഡിൻ്റെ അവർ വിളിച്ചിട്ട് പറഞ്ഞു ചേസ് ഇപ്പോൾ വന്നിട്ടുണ്ട്, അപ്പോൾ ഇപ്പോൾ ഡെലിവറി എടുത്താലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഇപ്പം തന്നെ നമുക്ക് എടുക്കാം, ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു. നമുക്ക് ചേസ് വരണത് രാവിലെയാണെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ വന്നു അതെന്നാന്നറിയില്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ പോയി ചേസ് എടുക്കാം. അവിടെ ചേസ് വന്നിട്ടുണ്ടെന്നാണ് അവിടെ പറഞ്ഞത്. ഞാൻ ഭയങ്കര ഉറക്കമായിരുന്നു. പിന്നെ എൻ്റെ കൂട്ടുകാരും ഭയങ്കര ഉറക്കമായിരുന്നു. അത് കാരണം അമ്മാരൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞു ചേസ് വന്നത്. പിന്നെ ഞാനാണെങ്കിൽ ഉറങ്ങിക്കൊണ്ടിരിക്കരുതാണെങ്കിൽ അശോക് ലേലാൻഡ് ഷോറൂമിൽ നിന്നൊരു കോള് വന്നിട്ട് പറയുമോ ചേസ് അവിടെ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്ക് സമയം വൈകാതെ നമുക്ക് പെട്ടെന്ന് പോയി ചേസ് എടുക്കാം. ഇവിടെ തന്നെ നമ്മളെ ട്രാവലർ എടുക്കട്ടെ. ഞാൻ ആദ്യം പോയി ചേസ് കണ്ടിട്ട് വരാം ചേസ്. അപ്പോൾ അവിടെ ചേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്നൊക്കെ സൈനൊക്കെ ചെയ്ത് ചേസ് നമുക്ക് എടുക്കണം. അപ്പോൾ നമുക്ക് സൈനൊക്കെ ചെയ്ത് ചേസൊക്കെ കാണാം ചേസ്. അപ്പോൾ നമ്മൾ സൈനൊക്കെ ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ എൻ്റെ കൂട്ടുകാർ ഇറങ്ങിയിട്ട് അമ്മാർ ബസ്സിൽ നമ്മുടെ ചേസിൽ ഇച്ചിരി പരിപാടി ചെയ്യാനുണ്ടെന്ന് പറയാം. നമ്മൾ നെറ്റിപ്പട്ടവും മാലയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഒട്ടിക്കാൻ വേണ്ടി ഉള്ള സ്റ്റിക്കറില്ലേ നമ്മൾ ആദ്യം GT എന്നൊക്കെ പറഞ്ഞാൽ ഒട്ടിക്കില്ലേ, അതുകൂട്ട് സ്റ്റിക്കറും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒട്ടിക്കാനെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ചേസ് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ 3, 2, 1 ഗോ. എൻ്റെ മോനെ സീൻ അമ്മാർ ഇത്രയും കലക്കനായിട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ആ നെറ്റിപ്പൊട്ടവും മാലയാ റിവണും പിന്നെ GT എന്നൊക്കെ ഉള്ള പേര്. എൻ്റെ മോനെ മാസ് ഒരു കുട്ടിയാന കിടക്കണ പോലെയാണ് കേസ് ഇപ്പോൾ തോന്നുന്നത്. ഇനി നമുക്കിതൊക്കെ നന്നായിട്ട് നമുക്ക് പ്രകാശിൽ കൊണ്ട് പണിഞ്ഞിട്ട് കേസ് നമുക്കിനൊരു വലിയാനയാക്കി എടുക്കണം കേസ് ഇത് നമുക്കിനി. അപ്പോൾ നമുക്ക് ആദ്യം കയറി വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാട്ടോ കേസ്. നമുക്കൊന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യാട്ട് പോകട്ടെ കേസ്. ഇപ്പോൾ നമ്മൾ ഒച്ച കേട്ടോ കേസ്. എൻ്റെ മോനെ വിഷയം ഒച്ച നമുക്ക് പതിയെ എടുത്തിട്ടുണ്ട്. എൻ്റെ മോനെ നമ്മളിപ്പോൾ ഇതിൻ്റെ എല്ലാ പരിപാടികളും നമ്മൾ കഴിഞ്ഞ ടൈസ്. അപ്പോൾ അമ്മമാർ ട്രാവലർ എടുത്തോണ്ട് പോയിട്ടുണ്ട്. അവിടെ അമ്മമാർ നിൽക്കുന്നുണ്ട്. ഞാൻ അമ്മമാരോട് പറഞ്ഞു പൊക്കോന്ന്.
അപ്പം അമ്മമാർ പോയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോകേണ്ട എങ്ങോട്ടാണെന്നറിയാം നമുക്കിനി പോകേണ്ടത് നമുക്കിനി പ്രകാശിലോട്ടാണ് നമുക്കിനി പോകണ്ടേ. ഒക്കെ പിന്നെ പ്രകാശിലോട്ട് പോകണം. ഇച്ചിരി ദൂരം ഉണ്ട് ടൈസ് നമുക്ക് പോകാൻ. ഓക്കെ മുമ്പ് ജെയ്സിനെ അവിടെ ഇങ്ങോട്ട് തട്ടാതെയൊക്കെ കൊണ്ടുപോകേണ്ട ടൈസ് നമുക്കിനി. ഓക്കെ നമുക്കപ്പോൾ ഇങ്ങോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് പോകാം. മുമ്പ് ഓക്കെ 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 ബസ്സോട്ട് എൻ്റെ പോലെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ ഗൈസ്. എൻ്റെ പോലെ ഓക്കെ അപ്പോൾ നമുക്കിനി പോവാം. മഴയൊക്കെ പെയ്യുന്നുണ്ട് ഗൈസ്. പണി പാളൂന്നാട്ടോ ഗൈസ് നമുക്ക് തോന്നുന്നത്. നമ്മുടെ വണ്ടിക്ക് വൈപ്പറൊന്നും ഇല്ല, അതാണ് പണി. മുമ്പ് ആകെ ഉള്ളതൊരു നെറ്റിപ്പട്ടോ പാല് റിബിടും പിന്നെ എൻജിനും ടയറും അതൊക്കെ ഉള്ളട്ടോ ഈ സൗകര്യം. പിന്നെ വേറെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ചെല്ലണം. മഴയൊക്കെ നനയുന്നുണ്ട് ടൈസ്. പിന്നെ നമ്മൾ സ്പീക്കർ എടുത്തിട്ടുണ്ടായിരുന്നു ടൈസ്. നമ്മളിങ്ങനെ ഓടിച്ചുകൊണ്ട് പോകാനത്ത് നമുക്ക് പാട്ടൊക്കെ ഇട്ട് പോകാൻ വേണ്ടിയാണ് നമ്മൾ സ്പീക്കർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പാട്ടിട്ടിട്ട് പോകാം ടൈസ്. നമുക്കിപ്പോൾ സൈഡിലോട്ടൊന്ന് ഒതുക്കട്ടെ കേട്ടോ, ചെറുതായിട്ട് സൈഡിലോട്ടൊന്ന് ചെയ്ത് ഒതുക്കട്ടെ. അമ്മമാരിപ്പോൾ പറഞ്ഞത് അമ്മമാർ പ്രകാശിൻ്റെ അടുത്ത് അങ്ങോട്ട് ഞങ്ങൾ പൊക്കോളാം. സൈഡിൽ ഞങ്ങളവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടേക്കാന്നാണ് പറഞ്ഞത്. ഓക്കെ അപ്പോൾ നമുക്ക് പാട്ട് ഇടാം ടൈസ്. അപ്പോൾ നമുക്ക് ഓക്കെ സെറ്റ് ഉമ്മി ജസ്റ്റ് മിസ്. ഈ ചേട്ടന് കണ്ണും കാണി പോകുന്നു. ഒമ്പോ നമ്മൾ പുത്തൻ ചെയ്സാണ്. ജസ്റ്റ് മിസ്. ഇല്ല എന്നാലും നമ്മൾ നോക്കാതെ എടുത്താണ്. ഇടിച്ചൊന്നുമില്ല ഭാഗ്യത്തിന്. ഓക്കെ ഈ ചേട്ടൻ റോങ് സൈഡ് കയറിപ്പോട്ടെ. ഓക്കെ അപ്പോൾ എത്താറായിട്ടുണ്ട്. ഇച്ചിരിയും കൂടെ നമുക്ക് പോയാൽ മതി പ്രകാശിലോട്ട് എത്താൻ. ടൈസ് നമ്മൾ എത്താറായിട്ടുണ്ട് ടൈസ്. ഇച്ചിരിയും കൂടി ദൂരമുള്ളൂ ടൈസ്. എത്തിയിട്ടുണ്ട് ടൈസ്. അപ്പോൾ നമ്മുടെ പ്രകാശ് ഇവിടെ ഒരു വണ്ടി പണിഞ്ഞുകൊണ്ടിരിക്കണം. മുമ്പ് ഈ സിറ്റിയൊക്കെ കൊണ്ടുവരണം കേട്ടോ. നമുക്ക് അകത്തോട്ട് നമ്മുടെ വണ്ടി കയറ്റിയിടാം. ഓക്കെ പാട്ടൊക്കെ നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട് ടൈസ്. അത് നമ്മൾ കയറ്റിയിട്ടുണ്ട്. അപ്പുറത്ത് അമ്മമാർ കിടക്കുന്നുണ്ട് ടൈസ്. അപ്പോൾ അമ്മമാരപ്പുറത്ത് നിർത്തി വെച്ചേക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഭയങ്കര തണുപ്പോട്ടോ ടൈസ്. ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്കും ഭയങ്കര തണുപ്പായിരുന്നു ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്കും. അപ്പോൾ നമുക്കിനി ബസ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടേ നമുക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ പ്രകാശിലോട്ട് നമ്മൾ കൊണ്ടുവരുമെന്ന്. അപ്പോൾ നമുക്കിനി ഈ ബസ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറയണം ടൈസ്. ഇനി നമുക്ക് ബസ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അയ്യോ വണ്ടി ഓഫാക്കില്ലല്ലോ. ഓക്കെ അപ്പോൾ നമുക്കിനി ബസ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാം ടൈസ്. ഇവിടെ ഒരു വണ്ടി പണിയുന്നുണ്ട്. ഇവിടെ ഒരു വണ്ടി പണിയുന്നുണ്ട്. ഓക്കെ അപ്പോൾ അപ്പുറത്ത് ഇവിടെ ഈ ഓഫീസിൽ ചെന്നിട്ടോ ടൈസ് നമുക്ക് പറയണ്ടേ. ഇവിടെ കുറേ ബസ്സിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടോ ടൈസ്. ഇവിടെ കുറേ റിമ്മ് കാര്യങ്ങൾ, പിന്നെ അപ്പുറത്ത് വെളിയിലൊരു ഷെഡ് പോലത്തെ സംഭവം പണിഞ്ഞിട്ട് അവിടെ
ബസ് ഇങ്ങനെ ഇട്ടേക്കാണ്. ഇവിടെ ഇച്ചിരി ബസ്സേ ഉള്ളൂ കേട്ടോ. എല്ലാവരും ഡെലിവറി ഒക്കെ എടുത്ത് പോയില്ലേ. പൈസ നമുക്ക് പറഞ്ഞിട്ടപ്പം നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ബസ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചേസ് നമ്മൾ ഇവിടെ വിട്ടിട്ട് ഇനി എത്ര ദിവസം പിടിക്കുമെന്നായിരുന്നു പറഞ്ഞ ഒരു ആഴ്ച പിടിക്കുമെന്നാണ് പറഞ്ഞത്. നമ്മുടെ ബസ് വേണമെങ്കിൽ ചിലപ്പോൾ ഒരാഴ്ചയുടെ മേളിലാവുമെന്നും പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു കുഴപ്പമില്ല, ചിലപ്പോൾ 2 ആഴ്ച 3 ആഴ്ച കുഴപ്പമില്ല, പക്ഷേ നമുക്ക് പെട്ടെന്ന് ബസ് പണിയാൻ അത്രയും പെട്ടെന്ന് പണി തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് അവരും പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ചേസ് വിട്ടിട്ട് പോകണം. ഇനി നമുക്ക് ഒരാഴ്ച അല്ല 2 ആഴ്ച അതിൽ കൂടുതൽ ആഴ്ച കഴിഞ്ഞിട്ട് നമുക്കിനി നമ്മുടെ ചേസിന് നമുക്കൊരു ബസ്സാക്കി നമുക്ക് കാണാം ടൈസ്. അപ്പോൾ അമ്മാരവിടെ വണ്ടി ഇട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അമ്മാരെ ഒന്ന് വിളിച്ച് നോക്കട്ടെ ടൈസ്. ഞാൻ വിളിച്ചിട്ടപ്പോൾ നമുക്ക് കാർ പറ്റും, നമുക്കപ്പോൾ ട്രാവലറിൽ കയറിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ് അമ്മാര അങ്ങ് ദൂരെ പോയായിരുന്നു ടൈസ്. അപ്പോൾ അമ്മാർ അങ്ങ് ദൂരെ പോയേക്കുമായിരുന്നു. ഇവിടെ കുറേ നേരം ഞാൻ നിന്ന് പോസ്റ്റ് അടിച്ച് ഗൈസ്. എന്നിട്ടാണ് അമ്മാർ വന്നു. ഞാൻ എന്നിട്ട് വണ്ടി കയറി. ഇനി ഞാനാട്ടോ ഗൈസ് ഓടിക്കണേ. അപ്പോൾ ഇനി നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് അറിയാം. നമ്മളിനി എവിടെയായിട്ട് ഇവിടെ ഒരു റൂം എടുക്കാൻ പോകണം നമ്മൾ. എന്നിട്ട് റൂം എടുത്തിട്ട് അവിടെ നമ്മൾ താമസിക്കില്ല, അവിടെ റൂം എടുത്ത് നമ്മൾ നിൽക്കണം. അതിനറിയാം നമ്മുടെ ബസ്സിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ അതൊക്കെ അറിയാൻ വേണ്ടി. അല്ലാതെ നമുക്ക് ഇടുക്കി പോയിട്ട് അത്രയും ദൂരം എന്ന് പറയുമ്പോൾ വലിയ ദൂരമാണ് ഗൈസ്. അതാണ് നമ്മളിവിടെ ഒരു ചെറിയ ഒരു ഫ്ലാറ്റിൽ എന്തോ റിസോർട്ട് പോലത്തെ എന്തോ സ്ഥലമാണെന്നാണ് എൻ്റെ കൂട്ടുകാർ പറഞ്ഞത്. എനിക്കറിയില്ല എന്ത് സ്ഥലമാണ്. അപ്പോൾ അമ്മാർ നോക്കി വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോകട്ടെ ഗൈസ്. നമുക്കിനി അപ്പോൾ അവിടെ പോയിട്ട് റൂമൊക്കെ നമുക്കിനി ബുക്ക് ചെയ്യാം. ഓക്കെ, അമ്മാർ പറഞ്ഞ സ്ഥലം എന്ന് പറയുകയാണെങ്കിൽ ഒന്ന് നോക്കട്ടെ ഗൈസ്. ഓക്കെ, എനിക്കൊന്നും വേറെ എന്തെങ്കിലും സ്ഥലമായിരിക്കും. നിന്മാരെന്തെങ്കിലും പൊട്ട സ്ഥലമൊക്കെ പറയും ഗൈസ്. എന്നിട്ട് അങ്ങോട്ട് പോയിട്ടാണെങ്കിലോ അയ്യോ മാറിപ്പോടാ സോറി ഇടാന്നും പറയും. ഞാൻ പറയേണ്ടി മാറി അപ്പുറത്താണെന്ന് തോന്നുന്നേ. അപ്പുറത്തല്ല. ഓക്കെ, അല്ലേ നമുക്കിനിയും കാര്യങ്ങൾ ചെയ്യും. ഇവിടെ ഒരു ഓഫ് റോഡ് വഴി പോലെ ഉണ്ട് ഗൈസ്. ഇവിടെ എന്തോ ഷോർട്ട് കട്ട് ചാടിപ്പോകണം. ഓഫ് റോഡ് വഴിയാണോ? നമുക്ക് രാത്രിയിൽ ഇനി തൽക്കാലത്തേക്ക് ഓഫ് റോഡ് വഴി പോകണം. പിന്നെ ചിലപ്പോൾ നമ്മൾ വീഡിയോ ഇടും ഓഫ് റോഡ് വഴിയുടെ. ഓക്കെ, ഇവിടെ അമ്മാർ പറഞ്ഞത് ആ ഓഫ് റോഡ് വഴി ഇവിടെ ചാടുമോ? ഇതെന്ത് വീട്? പഴയ തറവാടാന്ന് തോന്നട്ടെ ഗൈസ്. ഓക്കെ, അപ്പം അമ്മാർ ഏതെങ്കിലുമൊക്കെ നല്ല സ്ഥലം കാണിച്ചു തന്നാൽ മതിയായിരുന്നു. നമുക്കിനി തിരിച്ചു പോകണോട്ടെ ഗൈസ്. നമുക്കിനി കുറേ ദൂരമുണ്ട് പ്രകാശിലോട്ട്. എന്നാലും നമുക്കിങ്ങനെ രാത്രി ഡ്രൈവ് ചെയ്യണോ വല്ലാത്തൊരു സുഖമായിട്ടേ. നമുക്കെല്ലാവരും നമ്മൾ ചേസ് കിട്ടിയതേ രാവിലെ ആയിരുന്നെങ്കിൽ അവിടെ കിടന്ന് കുറേ നേരം കിടന്നിട്ട് ചുമ്മാ നമ്മൾ നന്നായിട്ട് ഉറങ്ങി. കുറേ മണിക്കൂർ കിടന്ന് ഉറങ്ങി. 8-7 അത്രയ്ക്ക് മണിക്കൂർ കിടന്ന് നമ്മൾ ഉറങ്ങിയിട്ട് ഗൈസ്. ഓക്കെ, 8-7 അല്ല, ഒരു 5-4 അത്രയും മണിക്കൂർ നമ്മൾ കിടന്ന് ഉറങ്ങി. ഓക്കെ, ഇവിടെയാണ് അമ്മമാർ പറഞ്ഞ സ്ഥലം. ഒന്ന് ചോദിച്ചോക്കട്ടെ. അല്ല ഇതേതോ പള്ളിയാണ് കഴിച്ചത്. പള്ളിയല്ല, എന്തോ മുസ്ലിം പള്ളിയാണ്. കുഴപ്പമില്ല. ഓക്കെ, ചേട്ടി ഇങ്ങോട്ട് കയറിപ്പോണേ. രാത്രി ചേട്ടന്മാർക്ക് കണ്ണൊന്നും കാണാമെന്ന് തോന്നുന്നു. ഇമാര് ഏത് സ്ഥലം പറഞ്ഞത്? ഇമാർ ചുമ്മാ ഇനിയും മുമ്പിലോട്ട് പോകാനാ പറയണേ. ഓക്കെ, അപ്പം ഇനി മുമ്പിലോട്ട് പോവാ. ഇമാര് ഇനി ഫ്ലാറ്റിൽ വല്ല സ്ഥലം എടുത്തേക്കണമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഓക്കെ അപ്പം നമ്മൾ സ്ഥലത്തൊക്കെ എത്തിയിട്ടുണ്ട്. ഇവിടെ അവന്മാരോട് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഫ്ലാറ്റിലാണ്. അപ്പം അമ്മമാർ റിസോർട്ടൊന്നുമല്ല, ഫ്ലാറ്റിൽ ഒരു റൂമാണ് അമ്മമാർ പറഞ്ഞേക്കണം. അപ്പോൾ ഇവിടെ കയറി നമുക്കൊന്ന് ചോദിച്ച് ബുക്കൊക്കെ ചെയ്യണം. അപ്പോൾ നമുക്ക് വണ്ടി നമ്മുടെ ഇവിടെ കയറ്റാം. അപ്പുറത്തെ ഷെഡിൽ കയറ്റാൻ പാടില്ല കേട്ടോ. നമ്മുടെ സ്പോയിലർ സ്പോയിലർ ഊരിക്കളയണം. എന്നാലും നമ്മൾ ഊരിക്കളയില്ല, ഒരു ലുക്കല്ലേ അത്, നമ്മൾ ഊരിക്കളയില്ല സ്പോയിലർ. ഓക്കെ, ഇപ്പോൾ വണ്ടിയൊക്കെ നമ്മൾ ഓഫാക്കി ഇപ്പോൾ നമ്മൾ കയറുവാണ്. സാധനങ്ങളൊക്കെ ഞാൻ അമ്മമാരെ ഇറക്കി വിട്ടായിരുന്നു കേട്ടോ ഇവിടെ. പിന്നെ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കരുത്, ഇടയ്ക്ക് വീഡിയോ ഓഫായി പോയിട്ടോ കേസ്. അപ്പോൾ അതിന് സോറി കേസ്. അപ്പോൾ നമ്മൾ കയറുവാണ്. അമ്മമാരെ എടുത്ത് ഓൾറെഡി കയറി നമ്മളോട് പാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇനി നമുക്ക് 1 2 അല്ലെങ്കിൽ 3 അതിൽ കൂടുതൽ ആഴ്ച കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്കിനി കാണാം ടൈസ്. അപ്പോൾ നമ്മുടെ ഇനി ബസ്സിൻ്റെ അപ്ഡേഷൻ നമ്മൾ ഇനി അറിയാൻ വേണ്ടി നമുക്കിനി ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇടയ്ക്കൊക്കെ നമ്മൾ ബസ്സിൻ്റെ അപ്ഡേഷൻ പോയി നോക്കണമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നമുക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് കാണാം ടൈസ്. അപ്പോൾ എല്ലാവർക്കും പിന്നെ ഗൈസ് ചാനൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല ടൈസ്. അപ്പോൾ ഇത് പാർട്ട് 1 ആണ്. അപ്പോൾ നാളെ നമ്മൾ പാർട്ട് 2 ഇടണമായിരിക്കും ടൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ.